ഭാരതത്തിലെ പീഡിത ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം. വിവിധ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ ഇരുളും വെളിച്ചവും എന്ന പേരിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയം വേദിയായി. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ, പെന്തക്കോസ്റ്റൽ ഫോറം പെരുമ്പാവൂർ, രായമംഗലം പ്രയർ ഫെലോഷിപ്പ് എന്നീ ക്രിസ്ത്യൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതത്തിലെ പീഡിത ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇരുളും വെളിച്ചവും എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന്റെ അധ്യക്ഷൻ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ കാഴ്ച വെച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യമായ ഭാരതം 5000 വർഷത്തെ ചരിത്രമുള്ള ഒരു മഹാരാജ്യമാണ്. ഇത്രയധികം ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു രാജ്യം ലോകത്ത് വേറെയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇവിടെയുള്ള മനുഷ്യർ പ്രാചീനകാലം മുതലേ ജീവിച്ചു വന്നത് വ്യത്യസ്തമായിട്ടുള്ള മതത്തിൽപ്പെട്ടവരെ സ്വീകരിച്ചു, അവരെ ബഹുമാനിച്ചു, അവർക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഈ രാജ്യം വളർന്ന് ഈ 2025 21ാം നൂറ്റാണ്ടിന്റെ ഒരു ജൂബിലി വർഷത്തിൽ 25 എത്തി നിൽക്കുന്നത്. മതേതര ഇന്ത്യ നിലനിൽക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഐക്യദാർഢ്യ പ്രഖ്യാപനം. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പ്രസിഡന്റ് പാസ്റ്റർ നിബു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ ജെയിംസ് TY മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സമൂഹം കടന്നുപോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് നമുക്കെല്ലാം അറിവുള്ളതാണ്. ഈ ആധുനിക കാലഘട്ടത്തിന് ഒട്ടും ചേരാത്ത നിലയിലുള്ള മതനിരപേക്ഷത സൂക്ഷിച്ചു വെച്ച ഭാരതത്തിന്റെ ആ യശസ്സിന് മങ്ങലേൽപ്പിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവിലാണ് ഈ യോഗം ഇവിടെ സംഘടിക്കപ്പെട്ടത്. പ്രത്യേക യോഗത്തിന് ഞങ്ങൾ കൊടുത്തൊരു ക്യാപ്ചർ ഇരുളും വെളിച്ചു എന്നുള്ളതായ ഒരു ക്യാപ്ചറാണ്. എന്താണ് അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാൽ, എല്ലാവിധമായ സാംസ്കാരിക പൈതൃകവും മതസൗഹാർദ്ദത്തെ പുലർത്തിപ്പോകാൻ ആ സാഹോദര്യത്തിന്റെ വെളിച്ചം നിറഞ്ഞു നിന്ന നമ്മുടെ ഭാരതത്തിലേക്ക് ഇരുട്ടിന്റെ കരിമ്പളം നമ്മുടെ രാജ്യത്ത് കടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളും വ്യക്തികളും ആശയങ്ങളും ഒക്കെ നമുക്കറിയാം. യോഗത്തിൽ UDF നേതാക്കളായ PK മുഹമ്മദ് കുഞ്ഞ്, സാം അലക്സ്, പോൾസൺ TK, കൃഷ്ണമോഹൻ എന്നിവരും പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരായ അനീഷ് കൊല്ലങ്കോട്, ഉദയകുമാർ, സജോ തോണിക്കുഴിയിൽ, ബേസിൽ അറക്കപ്പടി, ലൈജു ചെറിയാൻ, രായമംഗലം പ്രയർ ഫെലോഷിപ്പ് പ്രവർത്തകരായ PD ദാസ്, ജോസ് എസക്കിയേൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഇരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രവണത ഇനി ഭാവി തുടരാൻ പാടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ഇവരെ ജീവിക്കാനും അവർക്ക് അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ഭരണഘടന നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളതാണ്. ഈ രാജ്യത്ത് ഗുൽസാരിലാൽ നന്ന ഉൾപ്പെടെ 15 പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യം ഭരിച്ചത് നാം കണ്ടിട്ടുണ്ട്. നെഹ്റുജിയുടെ കാലഘട്ടം മുതൽ ജീവിച്ചിട്ടുള്ള പല മുഖങ്ങളും നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഈ കൂട്ടായ്മയിലുണ്ട്. പെന്തക്കോസ്റ്റ് ഫോറം പ്രവർത്തകരായ പാസ്റ്റർ രാജൻ ചുനക്കര, പാസ്റ്റർ ബാബു KP എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. രാജ്യത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടി എന്നും നിലകൊള്ളുമെന്ന പ്രതിജ്ഞ ചൊല്ലിയാണ് യോഗം അവസാനിച്ചത്. ഇത്തരമൊരു യോഗം ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം ആരെയും അട്ടിമറിക്കാനല്ല, അധികാരത്തിൽ കയറാനല്ല, പാർലമെന്റ് പിടിക്കാനല്ല, പഞ്ചായത്ത് ഭരിക്കാനല്ല, യാതൊരു രാഷ്ട്രീയ മത ഉദ്ദേശ ലക്ഷ്യങ്ങളും കൂടാതെ ക്രൈസ്തവ സഹോദരിമാരായ 2 കന്യാസ്ത്രീകളെ അന്യായമായി 9 ദിവസത്തിൽ
വർഷത്തിലധികം തടങ്കലിൽ പാർപ്പിച്ചപ്പോൾ ഭാരതത്തിലെ ക്രൈസ്തവ മിഷണറി പ്രവർത്തകരുടെ വ്യത്യസ്തമായ പ്രതിസന്ധി സമൂഹമധ്യ തുറന്നു കാണിക്കാൻ അത് കാരണമായതുകൊണ്ട് ഈ അവസരം അഖണ്ഡ ഭാരതത്തിൻ്റെ ഐക്യതയും സാഹോദര്യവും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതത്തിലെ ജാതിമത വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ അതിനെതിരായി ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ള ചില സന്ദേശങ്ങൾ ലളിതസുന്ദരമായ ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ഉദ്ദേശം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.